ബിഗ് ബോസ് തമിഴ് സീസൺ 8 11 ആഴ്ചകൾ കഴിഞ്ഞു. അപ്പൊ 11ാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വളരെ മോശം എന്ന് പറയാനും സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇപ്പോൾ വെറും റോസ്റ്റിംഗിലേക്ക് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വിജയ സേതുപതിയെ സംബന്ധിച്ച് ഹോസ്റ്റ് ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് തിളങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണോ എന്നറിയത്തില്ല, ബിഗ് ബോസ് ടീം ഒരു റോസ്റ്റിംഗ് സ്ക്രിപ്റ്റ് തന്നെ വിജയ സേതുപതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാം. കാരണം ഓരോ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന, അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന് എതിരെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രേക്ഷക പിന്തുണ കിട്ടുകയും നേരെ തിരിച്ച് അപ്പുറത്തൊരു റോസ്റ്റിംഗ് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു പ്രേക്ഷക പിന്തുണയും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വിജയ സേതുപതി അവരെ റോസ്റ്റ് ചെയ്തു, പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാരം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഈ ഒരു എപ്പിസോഡിന്റെ TRP കൂടുകയും അങ്ങനെയുള്ള ഒരു ഗൂഢ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ ബിഗ് ബോസിന്റെ ടീം ഇപ്പോൾ മൊത്തം റോസ്റ്റിംഗിലേക്ക് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ മാറ്റിയിരിക്കുന്നത് എന്ന് അറിയത്തില്ല. അപ്പം ശനി ഞായർ എപ്പിസോഡുകളായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ ടാസ്കും കാര്യങ്ങളും, ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളും തന്നെ ആയിരിക്കും ഡിസ്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മുത്തുകുമരൻ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ നടത്തിയ ഒരു വിട്ടുകൊടുക്കലുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് മികച്ച പ്രകടനം നടത്തിയ അൻഷിത, അവരെ പോലെയുള്ള ജെഫ്രി, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെതിരെ വിശാൽ, അരുൺ, അവരൊക്കെ നല്ല രീതിയിൽ ആദ്യ ദിവസം കുറച്ച് കൊടുക്കലുകളും പാർഷ്യാലിറ്റിയും സപ്പോർട്ടുകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ഗെയിമിനുള്ളിൽ രണ്ട് ടീമുകൾ ചേർന്ന് തന്നെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു സംസാരം വന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു എപ്പിസോഡുകളുടെ കുറച്ച് പോർഷൻസ് പോലും കാണാതെ ബിഗ് ബോസ് ടീം കൊടുത്ത ആ ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വൺ സൈഡ് ജഡ്ജ്മെന്റ് നടത്തിയതുപോലെയും മികച്ച രീതിയിൽ ഗെയിം കളിച്ച അൻഷിതക്കെതിരെയൊക്കെ നല്ല രീതിയിലുള്ള റോസ്റ്റിംഗ്, ഒരു എന്താ പറയുന്ന, തീർത്തും നമുക്കൊരു നീതി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റോസ്റ്റിംഗിൽ. കാരണം ഒരു വൺ സൈഡ് ജഡ്ജ്മെന്റ് മാത്രമായി പോയി ശനി ഞായർ എപ്പിസോഡുകളിൽ നടന്നത്. തീർത്തും മറ്റ് ഡൊമിനേറ്റിംഗ് ആയി നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ്, നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെ പ്രേക്ഷക പിന്തുണ കുറെ കൂടുതലുള്ള കുറെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസും ചേർന്ന് സപ്പോർട്ട് ചെയ്യുകയാണോ? അല്ലാതെ ഒരു ആവറേജിന് താഴെ അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ നിന്നുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് കുറച്ചെങ്കിലും രീതിയിൽ മുന്നോട്ട് ഇറങ്ങി നിന്ന് ഗെയിമിലേക്ക് വന്ന് ഗെയിം കളിക്കുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് മുന്നിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കുറച്ച് ടൈറ്റ് ഗെയിം കൊടുക്കുന്നതിന് പകരം അവരെ അടിച്ചമർത്തി പുറകിലേക്ക് ഇടുന്ന ഒരു രീതിയാണ് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ അത് തന്നെയാണ് നടന്നതും. അപ്പം അൻഷിതയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള റോസ്റ്റിംഗ് ആണ് ശനിയാഴ്ച സാറ്റർഡേ എപ്പിസോഡിൽ വിജയ സേതുപതി നടത്തിയത്. അത്രയ്ക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഓക്കെ, തെറ്റുകൾ ചെയ്തു, അത് ആ രീതിയിൽ കൺസിഡർ ചെയ്യുക, അതത് ഫിസിക്കൽ ടാസ്ക് ആണ്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സൈഡിൽ മാത്രം റോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് അവർ മാന്യൻ എന്ന രീതിയിലേക്ക് ആകുകയും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ള രീതിയിലേക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് വിട്ടുകൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന റോസ്റ്റിങ്ങിനോടും എനിക്ക് വലിയ താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം വിശാലിന്റെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കുന്നു. വിശാലിന്റെ ക്യാപ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നല്ല രീതിയിലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. ബട്ട് ആ ഒരു വീക്ക് നല്ല രീതിയിൽ തന്നെ പുള്ളി പറ്റുന്ന രീതിയിൽ ചെയ്തിരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടായിരുന്നു, എല്ലാ പ്രശ്നങ്ങളിലും. അതുപോലെ തന്നെ ഫുഡ് ഇഷ്യൂസ്, ഇത്രയും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടാസ്ക് നടക്കുന്നതിനിടയിലും എല്ലാവർക്കും ഫുഡ് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് മികച്ച രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെറിയൊരു പാർഷ്യാലിറ്റി കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അറൗണ്ട് 35-40 മിനിറ്റ്സ് ആണ് ആ ഒരു സംസാരം നീട്ടിക്കൊണ്ടുപോയത്. അതിന്റെ ഒന്നും ഒരു ആവശ്യം പോലും ഇല്ല. എന്നിട്ട് ബാക്കി മികച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും നല്ല മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് മാത്രമാണ് മോശമെന്ന് പറഞ്ഞത്. അതിനെ വെച്ചുകൊണ്ട് വിശാലിനെ ഇട്ട് റോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് കൊളവാക്കിയ മുത്തുകുമരനെ ആണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് ആണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടാണ് അത്രയ്ക്കും വലിയൊരു ടാസ്ക് കൊളവാക്കി ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ ഇല്ലാണ്ടാക്കി ക്യാപ്റ്റൻ പോലും ഈ ഒരു വീക്കിലേക്ക് വരുന്നില്ല? അപ്പൊ അങ്ങനെ അവസാനം ഒരു ക്യാപ്റ്റൻ ആകാൻ പവിത്രയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു, അതും ഇല്ലാണ്ടാക്കിയിട്ട് മുത്തുകുമരനെതിരെ ഒരു സംസാരവും ഇല്ല. ഗെയിം ആകുമ്പോൾ അതിനകത്ത് തപ്പ് നടക്കും, അതിനെ റിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരിക, വെറുതെ അതും ചിന്തിച്ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു അഡ്വൈസും കൊടുത്ത് മുത്തുകുമാരനെ വെറുതെ അങ്ങ് വിട്ടിരിക്കുന്നു. അപ്പം പാർഷ്യാലിറ്റി ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നമ്മൾ നോക്കണം. കണ്ടസ്റ്റൻസിനെതിരെ ഏത് ലാംഗ്വേജ് ബിഗ് ബോസ് എടുത്തു കഴിഞ്ഞാലും മലയാളത്തിലും ഇതൊക്കെ തന്നെയാണ് കണ്ടുവരുന്നത്, തമിഴിലും ഇതൊക്കെ തന്നെയാണ്. പാർഷ്യാലിറ്റി എന്ന് പറയുന്നത്
പീക്സ് ലെവലിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ അവർ തന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും, എന്നാൽ പിൻനിരയിൽ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ അവരൊന്ന് കയറി വരാൻ ശ്രമിക്കുമ്പോൾ അവരെ അടിച്ചമർത്തി താഴേക്കിടുന്ന ഒരു കാഴ്ചയാണ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ തികച്ചും കണ്ടുവരുന്നത്. നമ്മുടെ വിജയ സേതുവിടെ മോശമായിട്ടുള്ള ഒരു കോസ്റ്റിംഗ്, ബിഗ് ബോസ് ടീമിന്റെ ഒരു മോശമായ സ്ക്രിപ്റ്റുമാണ് സാറ്റർഡേ എപ്പിസോഡുകളിൽ കണ്ടുവരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇതിനെതിരെ പ്രേക്ഷകരെങ്കിലും നിങ്ങൾ പ്രതികരിക്കണം. അത് തമിഴ് ഓഡിയൻസ് അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ PR വർക്കിന്റെ പേരിലും അങ്ങനെ ഇതുമൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാത്ത കുറച്ച് കണ്ടസ്റ്റൻസിനെ മുന്നോട്ട് കൊണ്ടുവരികയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറെ കണ്ടസ്റ്റൻസിന്റെ മാനിപ്പുലേഷനിൽ വഴങ്ങി തമിഴ് ഓഡിയൻസ് ഒക്കെ ആ രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ മലയാളികളെങ്കിലും വോട്ട് ചെയ്യുന്നവരും കാണുന്നവരും ഒക്കെ ഇതിന് പ്രോപ്പറായിട്ട് പ്രതികരിച്ച് നല്ല രീതിയിലുള്ള മികച്ച കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. മലയാളത്തിലാണെങ്കിലും ബിഗ് ബോസ് വരുമ്പോൾ ആ രീതിയിലൊക്കെ കാണുക. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് എപ്പിസോഡ് നമ്മുടെ രഞ്ജിത്തിന്റെ എവിക്ഷനോട് കൂടി കഴിഞ്ഞു. നല്ല രീതിയിലുള്ള മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. വെറുതെ റോസ്റ്റിംഗിന്റെ പേരിൽ കണ്ടസ്റ്റൻസിനെ മോശമായി കാണിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള മോശം ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീക്കെൻഡ് എപ്പിസോഡുകളിൽ. പ്രത്യേകിച്ച് കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം തെരഞ്ഞുപിടിച്ച് റോസ്റ്റ് ചെയ്ത് അവരെ മോശക്കാരാക്കിക്കൊണ്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡുകൾ മാത്രമായിരുന്നു ഇന്നലത്തെ. അങ്ങനെ 11 ആഴ്ചകൾ കഴിഞ്ഞു. 12ാമത്തെ ആഴ്ച ഇന്നാണ്. അപ്പം ഇന്നത്തെ ദിവസത്തോട് നമുക്ക് പുതിയ നോമിനേഷൻ ലിസ്റ്റ് വരുന്നുണ്ട്. ക്യാപ്റ്റനായിട്ട് ആരും വരുന്നില്ലെന്നാണ് അറിയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.